ഇതാണ് നമ്മുടെ സ്പീക്കർ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യട്ടെ. കവറിൽ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഇംപെക്സിന്റെ സ്പീക്കർ. ഇതിന്റെ ആ ഒരു ബാക്കിൽ നമുക്കൊരു USB പോർട്ട് ഉണ്ട്, C ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട്, പവർ ഓൺ പവർ ഓഫ്, ഓക്സ് ഇൻപുട്ട്, പിന്നെ 2 ബാസ് ഡയഫ്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബാസ് ഓവർ ബാസ് ഇല്ലേ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി. മുകളിൽ വോളിയം അപ്പും ഡൗണും എല്ലാ സാധാരണ എല്ലാ ഡിവൈസിനെ പോലുള്ള മോഡുണ്ട്. പിന്നെ പ്ലേ ആൻഡ് പോസ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന ഇംപെക്സിന്റെ പാർട്ടി സ്പീക്കർ. നമുക്ക് എന്തായാലും ഒരു കണക്ട് ചെയ്തതിന്റെ പെർഫോമൻസും കൂടെ നമുക്ക് നോക്കാം. ഓൺ ആക്കിയോട്ടെ. ഇത് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിങ്. ലൈറ്റ് കണ്ടല്ലോ, ഇത് കണ്ടോ, ഇത് ലൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ശ്രദ്ധിച്ചറിയാം, പാർട്ടി സ്പീക്കർ ആയതുകൊണ്ട് തന്നെ മുകളിൽ ലൈറ്റ് ഉണ്ട്. നമുക്ക് ഇതിന്റെ മോഡൊന്ന് മാറ്റി നോക്കാം. നമുക്കൊന്ന് പ്രസ് നോക്കാം. ലോങ് പ്രസ് ആണ് കേട്ടോ. ഇതിന്റെ ലൈറ്റ് നമുക്ക് ചേഞ്ച്, നമ്മുടെ ഈ പാർട്ടി മോഡ് അനുസരിച്ച് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് പ്രസ് ചെയ്താൽ എൻ്റെ കളർ മാറുന്ന അറിയാൻ പറ്റും. ഓക്കെ, 4-5 കളറുണ്ട്. കൊള്ളാം കേട്ടോ സംഭവം. ഓക്കെ, 5 പ്രസ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമുക്ക് ലോങ് പ്രസ് ചെയ്താൽ എന്തായാലും നമുക്ക് ഒരു പാട്ടിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസും കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു ആദ്യം ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം. ഇംപെക്സ് വരുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. The Bluetooth device is connected successfully. ഓക്കെ, ഇനി നമുക്കൊരു പാട്ട് പ്ലേ ചെയ്യാം. എന്തായാലും നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സോങ് എടുത്ത് നമുക്ക് പ്ലേ ചെയ്യാം. ഞാനെടുത്ത് കിട്ടിയൊരു സോങ്സ് ഇതാണ്. നമുക്ക് പ്ലേ നോക്കാം. വോളിയം ഞാൻ കൂട്ടുകയാണ്. വോളിയം പതുക്കെ കൂട്ടാൻ പോവാണ്. ഈ പ്രോപ്പർ ബാസ് ഔട്ട്പുട്ടിന് വേണ്ടി പ്രത്യേക 2 ഡയഫ്രം തന്നെ ഒരു മോളിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് കളർഫുൾ LED ലൈറ്റ്. നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡയഫ്രത്തിന്റെ പെർഫോമൻസ് മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല ബാസ് ഔട്ട്പുട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേയും കേട്ട് നല്ല ഔട്ട്പുട്ട് ബാസ് വരുന്നുണ്ട്.